പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ റമദാനിൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും നമ്മൾ ചെയ്യുന്ന നന്മകളും നമ്മുടെ വരവിലേക്ക് മാറ്റിവെക്കാനുള്ള സൽക്കർമ്മങ്ങളായി നമ്മൾ മാറ്റണം. മുതലിലേക്കല്ല, വരവിലേക്കാവണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിന് നമ്മൾ കുറച്ച് മുതൽ മുടക്ക് നമ്മൾ ആദ്യം ഇറക്കും. ആ ബിസിനസ് അങ്ങനെ വളർന്നു വന്ന് ആദ്യം അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മുതൽ മുടക്കിലേക്ക് നമ്മൾ നീക്കി വെക്കും. മുതൽ മുടക്കാണ് ഇതൊക്കെ. പക്ഷെ പിന്നെയാണ് നമ്മൾ അതിൻ്റെ ലാഭം കൊയ്യാറുള്ളത്, പിന്നെയാണ് നമ്മൾ അതിൻ്റെ ലാഭം കാണാറുള്ളത്, അല്ലേ? അങ്ങനെയാണല്ലോ. അതേ പ്രകാരം തന്നെയാണ് ഒരു വിശ്വാസി റമദാനിലേക്ക് അടുക്കും തോറും അവൻ്റെ മുതലിലേക്ക് നീക്കി വെക്കേണ്ട കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിലേക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം റമദാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് തീർക്കണം. റമദാൻ ആവട്ടെ എന്നിട്ട് നന്നാവാം, ആ ചിന്ത അങ്ങ് തൽക്കാലം മാറ്റിയേക്കുക. റമദാൻ നന്നാവാനുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ റമദാൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കാത്തു നിൽപ്പുണ്ടല്ലോ, അത് വേണ്ട. കാരണം പലപ്പോഴും നമ്മൾ റമദാനിലേക്ക് എത്തുമെന്ന് അറിയില്ല. വബല്ലിഗനാ റമദാൻ, ആമീൻ പറയും. വബല്ലിഗനാ റമദാൻ, വബല്ലിഗനാ റമദാൻ. അല്ലാ, റമദാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. അപ്പൊ റമദാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ റമദാനിൽ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും നമ്മുടെ വരവിലേക്ക് നമ്മൾ നീക്കി വെക്കണം. കഴിഞ്ഞ പോയ മാസങ്ങളിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയാവരുത്. അങ്ങനെ പൊരുപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരും, പിന്നെ വരവിലേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ വരവിലേക്കൊന്നും ഉണ്ടാവില്ല. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ റമദാനിലെ ഇബാദത്ത് കൊണ്ട് പൊരുത്തപ്പെട്ടു തന്നു, പിന്നെ വരവിലേക്ക് എന്തേ വേണ്ടേ? നാളെ സുറാത്ത് പാലത്തിൽ നിന്ന്, അതല്ലെങ്കിൽ മീസാൻ എന്ന തുലാസ് തൂക്കുമ്പോൾ സമാസമം നിൽക്കാതെ നന്മയുടെ തുലാസിന്റെ കനം തൂങ്ങണ്ടേ? ഈ കനം തൂങ്ങണമെങ്കിൽ എന്ത് വേണം? റമദാനിൽ ചെയ്യുന്ന സൽക്രമങ്ങൾ നമ്മുടെ വരവിലേക്ക് നമ്മൾ മാറ്റിവെക്കണം. അപ്പോഴാണ് അവനൊരു യഥാർത്ഥ മുഅ്മിനായി മാറുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയായി മാറണം സ്വഹാബാ. നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറണേ സ്വഹാബാ. ഒരു വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വിശ്വാസിയാണെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ശരിയാണ്. ആ ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലി മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു ഉമ്മയും ബാപ്പയും വിശ്വാസിയായത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വാസിയായി. പക്ഷേ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഈമാനിന്റെ പളുങ്ക് മാത്രം ഉടയാതെ മരണം വരെ കൊണ്ട് നടക്കല് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് നമ്മൾ മറന്നു പോവല്ല. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ശക്തവാനായ വിശ്വാസിയായി നിങ്ങൾ മാറണം സ്വഹാബാ. സാധാരണ ഒരു ലോക്കൽ വിശ്വാസിയായി മാറാൻ പാടില്ല. ശക്തവാനായ വിശ്വാസിയുടെ അടയാളം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ലോക്കൽ വിശ്വാസിയുടെ അടയാളം എന്താണെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ റമദാൻ വരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഒരു ശക്തവാനായ ഒരു വിശ്വാസിയായി നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറൻ വ അഹബ്ബു ഇലല്ലാഹ് വ അഹബ്ബു ഇലല്ലാഹ്. ഒരു ശക്തമാനായ വിശ്വാസിയുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസിയുണ്ടല്ലോ, അല്ലാഹു സ്നേഹിക്കുന്ന വിശ്വാസിയുണ്ടല്ലോ, അല്ലാഹു മഹബ്ബത്ത് വെക്കുന്ന വിശ്വാസിയുണ്ടല്ലോ, ആ വിശ്വാസി അഹബ്ബുൽ ഇലല്ലാഹ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറു, ആ മുഅ്മിനാണ് യഥാർത്ഥത്തിൽ ഖൈറുള്ളവന്, ആ മുഅ്മിനാണ് യഥാർത്ഥത്തിൽ നന്മയുള്ളവന്. മാത്രമല്ല വ അഹബ്ബു ഇലല്ലാഹ്,
യജമാനനായ റബ്ബ് സ്നേഹിക്കുന്ന മുഅ്മിനവനാണ്. അവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അവനെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്, അവനെയാണ് അല്ലാഹു ഇമ്പം വെക്കുന്നത്. ആ മുഅ്മിനായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുത്തുനബി പറഞ്ഞതുപോലെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായി മാറണോ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു യുവാവായി മാറണം മോനെ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു യുവതിയായി മാറണം മോളെ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു പാപ്പയായി മാറണം പാപ്പ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറണം ഉമ്മ. അല്ലാഹു സ്നേഹിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന ഒരു വിശ്വാസിയായി നിങ്ങൾ മാറണേ സ്വഹാബാ. ആ വിശ്വാസിയുടെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഹബ്ബുൽ ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ശക്തവാനല്ലാത്ത വിശ്വാസിയേക്കാൾ, ലഈഫായ വിശ്വാസിയേക്കാൾ, ബലഹീനമായ വിശ്വാസിയേക്കാൾ, ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ, ഈമാനിന്റെ പവറില്ലാത്ത വിശ്വാസിയേക്കാൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്, അല്ലാഹ് സ്നേഹിക്കുന്നത്, അല്ലാഹ് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നത് അത് ശക്തവാനായ വിശ്വാസിയിലേക്കാണല്ലോ നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അറിവിന്നിലാവില്ല പരിശുദ്ധമായ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് കൂട്ടത്തിലാ മുഅ്മിനീങ്ങളെ ഉള്ളത്? ശക്തവാനായ വിശ്വാസിയുടെ പട്ടികയിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? അതല്ല ലഈഫായ ബലഹീനനായ വിശ്വാസിയുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത്? അതിന്റെ അടയാളമെന്ന് പറഞ്ഞു തരട്ടെ, അതിന്റെ അടയാളമെന്ന് പറഞ്ഞു തരട്ടെ. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞല്ലോ, ശക്തവാനായ വിശ്വാസിയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ശക്തവാനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള വിശ്വാസി എന്നാണോ, നല്ല മസിൽ പവറുള്ള വിശ്വാസി എന്നാണോ, നല്ല ഗ്ലാമറുള്ള വിശ്വാസി എന്നാണോ, നല്ല ആരോഗ്യമുള്ളവൻ എന്നാണോ, അല്ലാഹു നല്ല മസിൽ പവറും കപ്പാ ഷോൾഡറും കൊടുത്തവനെന്നാണോ, അല്ലാഹു നല്ല തടി കൊടുത്തവനെന്നാണോ, നല്ല സമ്പത്ത് കൊടുത്തവനെന്നാണോ? അല്ല അല്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ആ വിഭാഗമാരാ, ആ വിഭാഗമാരാ, ആ വിഭാഗമാരാ? ദുല്ലനി യാ റസൂലല്ലാഹ്, ദുല്ലനി യാ റസൂലല്ലാഹ്, ദുല്ലനി യാ റസൂലല്ലാഹ്. ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ആ വിശ്വാസി ആരാണെന്ന് തങ്ങളെന്ന് പറഞ്ഞു തരുമോ നബിയേ? ചെറുപ്പക്കാരാ, പറയാൻ പോവുകയാണ്. ശക്തമാനായ വിശ്വാസിയുടെ രണ്ട് അടയാളങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ രണ്ട് അടയാളങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറുന്നതാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, അതിൽ നിന്ന് ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ശക്തമാനായ വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ ദൃഢമായ തീരുമാനമുള്ളവനാണ് സ്വഹാബാ. അവൻ ദൃഢമായ തീരുമാനമുള്ളവനാണ് സ്വഹാബാ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ, ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാ ആ തീരുമാനത്തില് അള്ളാന്റെ പൊരുത്തത്തോടെ ഉറച്ചു നിൽക്കുന്നവനാണ് സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ കുറിച്ചിട്ടാണ് മുത്തു റസൂലുള്ള പറയുന്നത് കൂട്ടുകാരാ, പെങ്ങളെ. മുത്തു റസൂലുള്ള പറയുകയാണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, നമ്മളൊരു കാര്യം പറയാൻ തീരുമാനിച്ചാൽ, നമ്മളൊരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അത് ചെയ്യുന്നവനാരാ, അത് പറയുന്നവനാരാ, അത് പ്രവർത്തിക്കുന്നവനാരാ? അവനാണ് ശക്തവാനായ വിശ്വാസി എന്ന ലോകത്തിലെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ
ആ ഒരു മനസ്സ് വേണം പ്രിയപ്പെട്ടവരെ, ആ ഒരു മനസ്സാ നമുക്ക് വേണ്ടത്. ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സുള്ള വിശ്വാസി ആരാ? ആ വിശ്വാസിയെ കുറിച്ചിട്ട് മുത്തു റസൂലുള്ളാഹി പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൽ ഇലല്ലാഹ് അഹബ്ബുൽ ഇലല്ലാഹ്. പക്ഷേ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണോ? ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായിരിക്കണോ? ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ദീനിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചിട്ടായിരിക്കണോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാ. ആ പൊരുത്തം ആഗ്രഹിച്ച് ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നവർ ആരാ? അവരെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നേരെ മറിച്ച് ചില ആളുകളുണ്ടല്ലോ, തീരുമാനമെടുത്താൽ അത് പറയാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, അത് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദീനല്ലേ, അല്ലാഹുവിന്റെ ദീനല്ലേ. തെറ്റ് ചെയ്യുന്നവരോട് അത് തെറ്റാണെന്ന് പറയണ്ടേ കൂട്ടുകാരാ? ഗീബത്ത് പറയുന്നവരോട് അത് ഗീബത്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കൂട്ടുകാരാ? തെറ്റ് കണ്ടിട്ടും പറഞ്ഞു കൊടുക്കാൻ മനസ്സ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ശക്തവാനായ വിശ്വാസിയല്ല. ഹറാമുകൾ കാണുമ്പോ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ, ഞാനത് തടഞ്ഞു കഴിഞ്ഞാൽ അവര് എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് മാറി നിന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവരെ കൊണ്ട് ശക്തമായ വിശ്വാസിയാവാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഹദീസിന്റെ മാധുര്യം നിങ്ങൾ നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹ് ഒരു കാര്യം ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ചങ്കൂറ്റം, അതെങ്ങനെ? ദീനിന്റെ വിഷയത്തിൽ കേട്ടോ, ഓരോരുത്തർക്ക് യോജിച്ചുകൊണ്ട് ഓരോ മസല പറയല്ല. നാട്ടിലെ പണക്കാരന് വേണ്ടിയിട്ട് ഉസ്താദ് ഒരു മസല പറയാം, പാവപ്പെട്ടവന് എല്ലാ നിയമം. അങ്ങനെയാവരുത്. പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഖജാജി ആണെങ്കിലും സാധാരണ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും, ആ നാട്ടിലെ പ്രമാണിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും സാധാരണക്കാണെങ്കിലും ദീനിന്റെ വിധി വിലക്കുകൾ ഒരേപോലെയാവണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ അവനാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു, നബി മുഹമ്മദ് മുസ്തഫ. അത് ആവാൻ നമ്മളെ കൊണ്ട് കഴിയണം, അതാവാൻ നമ്മൾ. അല്ലാതെ അൽ മുഅ്മിനുൽ ഖവിയ്യു നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മസിൽ പവറുള്ള മുഅ്മിൻ, നല്ല കപ്പ ഷോൾഡറും ബോഡി ഫിറ്റൊക്കെ ഉള്ള മുഅ്മിൻ, അവനെയല്ല ഉദ്ദേശിച്ചത്. അത് വേണം, അത് വേണം. നല്ല ആരോഗ്യം വേണ്ടേ? നല്ല ആരോഗ്യം വേണം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യം, ആഫിയത്തുള്ള ദീർഘായുസ്സിന് അള്ളാഹു നമുക്ക് തരട്ടെ. അതിനെന്ത് വേണം? നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാലായത് മാത്രം കഴിക്കുക. ഹലാലായ ഭക്ഷണം, പോഷക ആഹാരങ്ങൾ നല്ലവണ്ണം നമ്മൾ കഴിക്കണം. അതിപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയേണ്ട അവസ്ഥയാണ്. കറക്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കണം, കറക്റ്റ് നമ്മുടെ ശരീരത്തിന് കറക്റ്റ് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സിന് അള്ളാഹു നൽകട്ടെ. ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്താവും? ഗ്യാസ് കയറും, പ്രശ്നങ്ങളാവും, വിഷയങ്ങളാവും. ഉസ്താദുമാരെപ്പോഴും പറയും ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബാത്റൂമിൽ പോകുമെന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ഒരാൾ കൂടി കാണട്ടെ, അതല്ലെങ്കിൽ ഈ വർത്തമാനം കൂടിയും തീരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കേ ചെയ്യരുത്. ഈ 3 വിഷയങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം അത് ആരോഗ്യത്തിൻ്റെ വിഷയമാണ്. എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് സ്വഹാബ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഭക്ഷണത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. എത്ര സമയത്ത് യാത്രക്കടയിൽ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മുത്തുനബി നിർത്തിയിട്ടുണ്ട്. നമ്മൾ സിയാറത്തിനൊക്കെ പോകുമ്പോൾ നല്ല സ്ഥലത്തെട്ടെ അല്ലെങ്കിൽ നല്ല ഹോട്ടലെത്തട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോവും. അങ്ങനെ പോകുമ്പോൾ ഭക്ഷണത്തിന്റെ സമയമായോ നമ്മൾ നല്ല സ്ഥലം കണ്ടുപിടിക്കുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക. അതങ്ങനെയാണ് വേണ്ടത്. ആരോഗ്യം നമ്മൾ നല്ലതുപോലെ നോക്കണം. നിന്റെ ആരോഗ്യത്തിൽ മുത്തുനബി പറയാണ്, നിന്റെ ആരോഗ്യത്തിൽ നിനക്ക് ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് വേറെ വിഷയമാണ്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അപ്പൊ യഥാർത്ഥത്തിൽ ഖവിയായ മുഅ്മിൻ അഥവാ ശക്തവാനായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന തീരുമാനത്തിൽ ദൃഢത വേണം, ഉറപ്പ് വേണം. എല്ലാവർക്കും ഒരു തീരുമാനം.
നമ്മുടെ വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളെയും ഒരുപോലെ വെളുത്തവനെ വേറെ രൂപത്തിൽ, കറുത്തവനെ വേറെ രൂപത്തിൽ, വലിയവനെ വേറെ രൂപത്തിൽ, വലിയ മരുമകൾക്ക് വേറെ സ്ഥാനം, ചെറിയ മരുമകൾക്ക് വേറെ സ്ഥാനം. മരുമകളായിട്ട് കയറി വരുമ്പോൾ മരുമകൾക്ക് സ്ഥാനം നമ്മൾ സ്നേഹം നമ്മൾ കൂട്ടിക്കൊടുക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ 2 പേരെയും 2 കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, ഒരേ കണ്ണുകൊണ്ട് കാണണം. ഏത് വിഷയട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വിഷയമാണ്, ദീനിന്റെ വിഷയമാണോ, എല്ലാവരോടും ഒരേ നിലപാടെടുക്കാൻ കഴിയണം, ഒരേ നിലപാട്. അവിടെയാണ് നിങ്ങളെ കവിയായ ശക്തവാനായ വിശ്വാസിയായി മാറുന്നതെന്ന് ലോകത്തിന്റെ തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ഉമ്മമാരുണ്ട്, സാധുക്കളാണ്, പാവങ്ങളാണ്, എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹ്, അവർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗം നൽകണം. ആമീൻ പറയട്ടെ, സ്വർഗ്ഗം കിട്ടിയോട്ടെ. അല്ലാഹുവേ, നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനേ, അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗം നൽകണേ റഹ്മാനേ. ഓടിവരും, എവിടെയാണ് മജ്ലിസ് ഉണ്ടെങ്കിലും ഓടിവരും ഉമ്മമാര്. എത്ര ദൂരദിക്കുകളിൽ നിന്നാണെങ്കിലും വാഹനം പിടിച്ച് നമ്മുടെ മജ്ലിസില്ലവരെ ഓടിവരും. അല്ലാ, എത്രയോ ഉമ്മമാരെ കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് ബറക്കത്ത് നൽകണമല്ലാ, അവർക്ക് റാഹത്ത് നൽകണമല്ലാ, അവർക്ക് സന്തോഷം നൽകണേ റബ്ബേ. അറിവിൻ നിലാവ് കാണുന്ന ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുടുംബങ്ങളുണ്ട് റബ്ബേ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട്. അല്ലാ, അവർക്കെല്ലാം നീ ഖൈറും ഹിദായത്തും നന്മയും നീ ബറക്കത്ത് നൽകണേ നാദാ, ബറക്കത്ത് നൽകണേ നാദാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നബിയേ. സാധാരണ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം ചോദിക്കുമ്പോൾ 2 രൂപത്തിലാണ്. അഥവാ ചെറിയ ഒരു അളവോടുകൂടി കാര്യം സാധിക്കണമെങ്കിൽ എന്ത് വരും, പതുക്കെ ഇങ്ങനെ വന്നിട്ട് ആദ്യം ഇങ്ങനെ സോപ്പിടും. അത് ഉമ്മമാർക്ക്, അത് ഈ നമ്മുടെ ഭാര്യമാരെ മാത്രം പ്രത്യേകതയില്ല കേട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ വരെ അങ്ങനെയായിരുന്നു എന്നാണ്. ചില വർത്തമാനം കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതെന്തോ ഒരു ഐഡിയ തരികളെടുത്ത് വരികയാണോള്, നമ്മൾ പറയില്ലേ. അത് പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയാ, അത് ആദ്യകാലം മുതൽ എങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അപ്പോൾ ഒരു ഒഴിഞ്ഞോവർ നൃത്തം ഇങ്ങനെ നിന്ന് മുത്തുനബിക്ക് അപ്പം തന്നെ മനസ്സിലായ കാര്യം, അതെന്തോ ഒരു കാര്യം സാധിക്കാനുള്ള വരവാണെന്ന്. അതിന് നമ്മളെ ഭാര്യമാരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ഭാര്യമാർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ മുത്തുനബിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു ഇതുണ്ട് എന്നല്ലേ. ചോദിച്ചു, എന്താ ആയിഷ, എന്ത് പറ്റി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒന്നുമില്ല. അല്ല, എന്തോ ഇല്ലാതെ ഇപ്പം ഈ ഒരു വരവ് വരൂല, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് വന്ന് കാര്യം സാധിച്ചു പോയാൽ പോരെ. അതിപ്പോൾ എങ്ങനെ ഇപ്പം ഞാൻ പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ മടിച്ചു നിന്ന്, പറയൂ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി ആയിഷ, എന്തേ നിങ്ങളെ മനസ്സിന്റെ അകത്ത് വല്ലാത്തൊരു സങ്കടം പോലെ എനിക്ക് തോന്നുന്നുവല്ലോ ആയിഷ. ഒരു നല്ല ഭർത്താവ് അങ്ങനെയാണ്. ഒരു നല്ല ഭർത്താവിന്റെ പാഠം പഠിക്കണം ചെറുപ്പക്കാരാ. ഒരു നല്ല ഭർത്താവിന്റെ പാഠം നമ്മളൊക്കെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കണം ചെറുപ്പക്കാരാ. നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ഭാര്യമാരന് സങ്കടം പറയുമ്പോ ആ ഭാര്യമാരെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോ, എന്തിനാണ് മോളെ, എന്തേ നിന്റെ മനസ്സിൽ സങ്കടമുണ്ടോ? ഭാര്യ എത്ര സങ്കടം പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ എത്ര രോഗം പറഞ്ഞാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ എത്ര വിഷമം പറഞ്ഞാലും ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയാവാ പാടില്ല നമ്മള്. നമ്മുടെ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കയ്യിൽ ഒരു കത്തി തട്ടിയാൽ വരെ അല്ലാഹുവേ, ആ ഭാര്യ നല്ലതുപോലെ നിങ്ങൾ പരിഗണിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സാരല്ല,
അത് മാറിയാൽ ഭേദമായിക്കോളും, ഒരൊറ്റ ഡയലോഗാ. അങ്ങനെയാവരുത്. നമ്മൾ പരിഗണിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ഇഷ്ടം മനസ്സിൽ കൊണ്ടുവന്നാൽ പോരാ, ആ സ്നേഹം പുറത്തേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നമ്മൾ പുറത്തേക്ക് വെളിയിലേക്ക് കാണിച്ചു കൊടുക്കണം. ചില സ്നേഹങ്ങൾ അങ്ങനെയാണ്, ചില സ്നേഹങ്ങൾ മനസ്സിലുണ്ടാവും, ചില സ്നേഹങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് കാണിക്കണം. ആ സ്നേഹമാണ് ഭാര്യയും ഭർത്താവും. ഇല്ലെങ്കിൽ പ്രശ്നമാവും. അത് കരുതിയിട്ട് ഭാര്യമാര് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. രോഗമില്ലെങ്കിൽ രോഗം, ഇല്ലെങ്കിൽ തലവേദന, അത് പിന്നെ കാണൂലല്ലോ, ഇല്ലെങ്കിൽ തലവേദന, ഇല്ലെങ്കിൽ ക്ഷീണം. അങ്ങനെയാവരുത്. ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല. അള്ളാഹു ഭർത്താക്കന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പറഞ്ഞു വരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വന്ന് പറഞ്ഞു, നബിയേ എനിക്കൊരു പരാതി പറയാനുണ്ട്. എന്താണ് ആയിഷ നിന്റെ പരാതി എന്ന് പറയണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വേണ്ടിയല്ല നബിയേ, എനിക്ക് വേണ്ടിയല്ല നബിയേ, എന്റെ കാര്യത്തിന് വേണ്ടിയല്ല തങ്ങളെ, എന്റെ കാര്യത്തിന് വേണ്ടിയല്ല തങ്ങളെ. ഇന്ന ഖുറൈശൽ ഹമ്മോ ബിശഇനിൽ മഖ്സൂമിയ അല്ലതി സറഖത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഖ്സൂമിയ എന്ന ഗോത്രമുണ്ട് മദീനയിൽ, മഖ്സൂമിയ എന്ന തറവാടുകാരുണ്ട് മദീനയിൽ. ഈ മുണ്ടുമൊഴിയുടെ പരിസരത്തൊക്കെ പേര് കേട്ട തറവാട്ടുകാരുണ്ടാകുമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പേര് കേട്ട തറവാട്ടുകാരുണ്ടാകുമല്ലോ. അങ്ങനെ മദീനയിൽ പേര് കേട്ട ഒരു തറവാട്ടുകാരാണ് മഖ്സൂമിയ. ആ മഖ്സൂമിയ ഗോത്രത്തിലെ മഖ്സൂമിയ തറവാട്ടിൽ പിറന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് തങ്ങളെ. ആ പെണ്ണ് ഒരു ചെറിയ മോഷണം നടത്തിയിട്ടുള്ള തങ്ങളെ. ആ പെണ്ണ് ചെറിയ ഒരു മോഷണം നടത്തിയിട്ടുള്ള തങ്ങളെ. മോശമല്ലേ നബിയേ? ജനങ്ങൾ അറിഞ്ഞാ മോശമല്ലേ? ജനങ്ങൾ അറിഞ്ഞാ മോശമല്ലേ? ജനങ്ങൾ അറിഞ്ഞാ മോശമല്ലേ? കാരണം ആ തറവാടിനത് ചീത്തപ്പേരാണ്, ആ തറവാട് തൊട്ടിന്നത് ചീത്തപ്പേരാണ് തങ്ങളെ. അതുകൊണ്ട് മോഷ്ടിച്ചാൽ മോഷ്ടിച്ചവന്റെ കൈ മുറിക്കണമെന്നല്ലേ അല്ലാഹുവിന്റെ ദീനിന്റെ വിധി പറഞ്ഞത്. മോഷ്ടിച്ചാൽ മോഷ്ടിച്ചവന്റെ കൈ മുറിക്കണമെന്നല്ലേ പരിശുദ്ധ ദീന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തങ്ങളെ, ഈ പെണ്ണ് മദീനയിൽ അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ പിറന്ന പെണ്ണാണ് തങ്ങളെ. ആ പെണ്ണിനെ ഒന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയങ്ങിതാഴ്ത്തി ഒന്നും പറഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പേടി വരികയാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിന്മാറുകയാണ്. ഉടനത്തല്ലേ ഒരു സ്വഹാബിയെ വിളിക്കുകയാ. മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ ഖാദിമാണല്ലോ. ഉസാമ നീ ഒന്ന് പറഞ്ഞു നോക്കൂ, ഉസാമ നീ ഒന്ന് ഇടപെട്ട് നോക്കൂ, ഉസാമ നീ ഒന്ന് റെക്കമെൻഡ് ചെയ്തു നോക്കൂ. ഉസാമ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇടപെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത രൂപത്തിൽ, പൊരുത്തമില്ലാത്ത പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല. മഹല്ലിൽ ആര് തെറ്റ് ചെയ്താലും ചെയ്തവനെ മറച്ചു വെക്കുന്ന പരിപാടി പാടില്ല. ആര് ചെയ്താലും അല്ലാഹുവേ ഒരുപോലെ ആവണം വിധി കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പേടി വരികയാണ്. ഞാൻ മുത്തുനബിയോട് പറഞ്ഞാൽ എന്താകുമല്ലാ? അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ചെല്ലുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് എന്നിട്ട് പറയുന്നു, തങ്ങളെ മഖ്സൂം ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷണം നടത്തിയിട്ടുള്ള തങ്ങളെ, അതിൽ നിന്ന് വല്ല അളവും തരാ തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നബിയേ. ഫകല്ലമഹു ഉസാമ, ഉസാമ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പ് വന്ന് പറഞ്ഞപ്പോ ഫഖാല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ഉസാമ
തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് ثم قام النبي صلى الله عليه وسلم خطيبا മോഷണം നടത്തിയ പെണ്ണിന് റെക്കമെൻഡുമായി വന്ന ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്നപ്പോ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശക്തമാനായിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഉസാമ, നീ എന്തേ പറഞ്ഞത് ഉസാമ? നീ എന്തേ പറഞ്ഞത് ഉസാമ? നീ എന്തേ പറഞ്ഞത് ഉസാമ? നീ അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ ഉസാമ, നീ എന്നോട് അങ്ങനെ റെക്കമെൻഡ് ചെയ്തല്ലോ ഉസാമ. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു ഉസാമ. നീ ആരോടാ പറഞ്ഞതെന്നറിയോ? ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയോ? മദീനയിലെ മോഷണം നടത്തിയൊരു പെണ്ണിനെ കുറിച്ചിട്ടല്ലേ ഉസാമ? ആ പെണ്ണിനെ വഷളാക്കണമെന്ന് ചന്ദ്രം നൽകണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ നീ പറഞ്ഞത് മോശമാണടാ, നീ പറഞ്ഞത് മോശമാണ് ഉസാമ. നീ പറയാ പാടില്ലാത്ത വാക്കാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ ചോദിക്കുകയാ, തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അല്ലാഹ് വിധിച്ച ഒരു വിധിയെ, അല്ലാഹ് പറഞ്ഞ ഒരു കൽപ്പന, ആ കൽപ്പനയിലുള്ള ഒരു കൽപ്പനയെ നീക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് ശുപാർശ ചെയ്യുകയാണോ ഉസാമ? ഒരിക്കലും ഞാനതിൽ വെളിപ്പെടൂല്ല, ഒരിക്കലും ഞാനതിൽ വെളിപ്പെടൂല്ല. എന്നിട്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തെറ്റ് ചെയ്തവരെ മുന്നിൽ കൊണ്ടുവരിക, പാപം ചെയ്തവരെ മുന്നിൽ കൊണ്ടുവരിക. അവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി, അവനാണ് ഒരു ശക്തമാനായ വിശ്വാസി. അതല്ലാതെ നിറം നോക്കിയിട്ട്, ഗ്ലാമർ നോക്കിയിട്ട്, തറവാടിത്തം നോക്കിയിട്ട്, പാർട്ടി നോക്കിയിട്ട്, സംഘടന നോക്കിയിട്ട്, മതം നോക്കിയിട്ട്, വിഭാഗീയത നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട് അല്ലാഹുവിന്റെ നിയമം പറയൽ ദീനല്ല. സംഘടന നോക്കിയിട്ട് ഒരാൾക്കൊരു വിധി, മറ്റൊരാൾക്ക് മറ്റൊരു വിധി. എവിടെന്നാ മുഅ്മിനീങ്ങളെ? ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെ ചെയ്യാൻ പാടില്ല. പാർട്ടി നോക്കിയിട്ട് തന്റെ പാർട്ടിക്കാരാണെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തുക, മറ്റവനാണെങ്കിൽ ഉള്ളിൽ കിടക്കട്ടെ. ആരാ തെറ്റ് ചെയ്തവന്, ആരാ തെറ്റ് ചെയ്തവന് അവനെ ശിക്ഷിക്കപ്പെടണോ? അങ്ങനെ ശിക്ഷിക്കപ്പെടാ തീരുമാനം എടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മുത്തു റസൂലുള്ള അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലൗ അന്ന ഫാത്തിമ ബിൽത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സറഖത് ലഖതഅത് യദഹാ ലഖതഅത് യദഹാ ലഖതഅത് യദഹാ. ഈ കട്ടതന്റെ പെണ്ണുമോളെ ഫാത്തിമയാണെങ്കിലേ, എന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമായ ഫാത്തിമയാണെങ്കിലേ, ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാ എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഫാത്തിമയാണെങ്കിലേ, ഫാത്തിമയാണ് കട്ടതെങ്കിൽ വരെ ലഖതഅത് യദഹാ, ആ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടിമാറ്റുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാ ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതവിടെ നിൽക്കട്ടെ, മോഷണം നടത്തിയത് എൻ്റെ മോള് ഫാത്തിമയാണെങ്കിൽ വരെ അതങ്ങ് തീരുമാനം അങ്ങനെ തന്നെയായിരിക്കും. അവരാണ്, അവരെ കുറിച്ചിട്ടാണ് കവിയുള്ള ശക്തവാനായ വിശ്വാസി നബി മുഹമ്മദ് മുസ്തഫ. കുടുംബത്തിലും നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ മോഷണം നടത്തിയ വെട്ടാനല്ല പറഞ്ഞത്. തീരുമാനമായിരിക്കണം. ദീനിന്റെ വിഷയത്തിൽ മുഖം നോക്കാതെ തീരുമാനം. ഒരു നാട്ടില് കല്യാണത്തിന് ഗാനമേള പാടില്ല എന്ന് തീരുമാനിച്ചാലേ അതെല്ലാവർക്കും ഒരേ നിയമം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തീരുമാനം വെക്കാൻ നിൽക്കരുത്. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തില്ല കേട്ടോ, ഉസ്താദ് എന്തത് ഇവിടെ വന്ന് പറയണം, അങ്ങനെ കരുതരുത്. ഒരാളും കുറ്റപ്പെടുത്തിയില്ല. ഈ ഹദീസ് പറഞ്ഞപ്പോൾ പിന്നെ ഓരോ ദിവസവും ഹദീസ് മാറ്റണമല്ലോ, കാരണം ഒന്നും ലൈവില്ലേ. മറ്റേ ലൈവില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ സ്റ്റേജിലും ഇവിടെ പറഞ്ഞ തന്നെ അവിടെയും പറയാം, അവിടെ പറഞ്ഞ തന്നെ ഇവിടെയും പറയാം. പക്ഷെ അത് ലൈവ് ഉണ്ടാകുമ്പോൾ അത് പറ്റൂലല്ലോ. ഓരോ ദിവസം പുതിയ പുതിയ ഹദീസ് കണ്ടെത്തണം. അപ്പോൾ അതിനനുസരിച്ച് പറയാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരെ പറയില്ലേ. അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ.
അപ്പൊ കവിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കാര്യം തീരുമാനിച്ച് അത് ചെയ്യാൻ കഴിയണം. അത് ഏത് വിഷയമാണെങ്കിലും ശരി, അവനാണ് യഥാർത്ഥത്തിൽ കവിയായ ശക്തമാനായ വിശ്വാസി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഗണത്തിൽപ്പെട്ടവനല്ലേ നബിയേ, തങ്ങൾ പറഞ്ഞ ഈ ദീന് സത്യമല്ലേ നബി? ആ സത്യമാണ്, പിന്നെ എന്തിനാ പേടിക്കണം, നമുക്കങ്ങ് ഇറങ്ങാം. മക്കയുടെ മണ്ണിൽ മുത്തുനബിയുടെ ചെറുവിരൽ പിടിച്ച് മദീനയുടെ മക്കയുടെ തെരുവോരങ്ങളിലൂടെ മുത്തു റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ദീനേ പ്രബോധനത്തിന് ഉറച്ച മനസ്സോടെ ആരടാ ഈ മുത്തുനബിയെ കൊല്ലാൻ വന്നവൻ ആരാ? മുത്തുനബിയുടെ രോമത്തിൽ തൊടാ ധൈര്യമുള്ളവൻ ആരാ? മക്കയുടെ മണ്ണിലൂടെ മദീനയുടെ മണ്ണിലൂടെ എൻ്റെ മുത്ത് ഹബീബിനെ തെറി പറയാനുള്ളവൻ ആരാ? എൻ്റെ മുത്തുനബിയെ ചീത്ത പറയാനുള്ളവൻ ആരാ? എൻ്റെ മുത്തുനബിയെ കുറ്റം പറയാനുള്ളവൻ ആരാ? ആരാണ് എൻ്റെ പ്രവാചകനെ യതീമെന്ന് വിളിക്കാനുള്ളവൻ ആരാ? ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവോരങ്ങളിലൂടെ പ്രവാചകന്റെ ചെറുപിരിൽ പിടിച്ച് കൂടെ നിന്ന സഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തരുത്. കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെയാവണം. അത് കുടുംബ ജീവിതത്തിലാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷെ ചിലതിലൊക്കെ ഒന്ന് മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ. ചിലതിലൊക്കെ എപ്പോഴും ഈ കടം പിടിച്ച ഞാൻ കണ്ടതങ്ങ് പറയും. എല്ലാ ഭാഗത്തും കണ്ടത് പറയാനും പറ്റൂല, എല്ലാ ഭാഗത്തും കണ്ടത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാവേണ്ടി വരും, ചിലപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാവേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് കവിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എടുത്ത തീരുമാനങ്ങൾ ചെയ്യാനും പറയാനും പ്രാപ്തിയുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പിന്നെ ആരാ? അതിൻ്റെ അടയാളം തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഒരൊറ്റ അടയാളം കൂടി പറഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ നല്ല ശബ്ദത്തിൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അഅ്തിനാ بالكلغاثة عند كل حولنا صب فينا الأمنا منكم شيخنا മാടവുറവാണി ചൊല്ലു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, കുല്ല عفريت وشيطان وجن ماردي أذهب ونجينا يا قطبنا مدوروالي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. الله
അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണമല്ലാ, ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ നാഥാ. എത്രയോ മുഅ്മിനീങ്ങൾ ഞങ്ങളെ കൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് നീ ഖൈറ് നൽകണമല്ലാ, നീ ബറക്കത്ത് നൽകണമല്ലാ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിനെ നീ വർദ്ധിപ്പിച്ച് തരണമല്ലാ. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിനെ വർദ്ധിപ്പിച്ച് തരണമല്ലാ, വർദ്ധിപ്പിച്ച് തരണേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരൊറ്റ അടയാളം കൂടെ പറഞ്ഞു തരട്ടെ. ശക്തമാനായ വിശ്വാസിയുടെ ഒരു അടയാളം നമ്മൾ പറഞ്ഞവല്ലോ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ അടയാളം മഹാനരായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തു റസൂലുള്ളാഹി പറയുകയാണ്, രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ എല്ലാ സമയത്തും വുളു ഉള്ളവനായിരിക്കണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഖവിയായ ഒരു വിശ്വാസിയുടെ അടയാളമാണ്. ത്വഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന പരമാവധി എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, പക്ഷെ എപ്പോഴും വുളു പുതുക്കിക്കൊണ്ടേയിരിക്കുന്നവരുണ്ട് അല്ലേ? ഇപ്പം നമ്മളൊക്കെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവർ, വാഹനം ഓടിക്കുന്നവർ, ഷോപ്പുകളിൽ കച്ചവടം നടത്തുന്നവർ, മണൽ കോരുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് മണൽ കോരുന്നവർക്കൊക്കെ സുഖമാണ്. ഒന്നു കൊടുക്കേണ്ടത് ഒറ്റ ചാട്ടം ചാടിയിട്ട് മുങ്ങിയിട്ട് നീയത്ത് വെച്ചിട്ട് ഒറ്റ ചാട്ടം ഞാൻ മതി. എല്ലാവരുടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരുടെ ജോലിയിലും അള്ളാഹുവേ നാളെ നേരം വെളുത്ത് ആ ജോലിക്ക് പോകാനുള്ളവരാണ് ഈ മുഅ്മിനീങ്ങളൊക്കെ. റബ്ബേ നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ, നല്ല റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നല്ല സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് മുഴുവനും അല്ലാഹുവേ നീ ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പക്കാർക്കൊക്കെ നീ നല്ല ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. ഏത് സമയത്തും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ മുഅ്മിനിനെ മറ്റൊരാൾക്ക് പരാജയപ്പെടുത്താൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോൾ വുളു, ഉണർന്ന് നിൽക്കുമ്പോൾ വുളു. ഉറങ്ങുമ്പോൾ വുളു കൊടുക്കുക, ഉറങ്ങുമ്പോൾ വുളു എടുത്തു കഴിഞ്ഞാൽ വുളു മുറിയില്ലേ? വുളു മുറിഞ്ഞോട്ടെ. ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വുളു ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അത് ഉണരും വരെ നിങ്ങൾക്ക് ആ വുളുഇന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിച്ചത്. ഒരാള് വുളു എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? ഒരിക്കൽ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയം ഒരു ഈന്ത മരത്തിന്റെ മരം കണ്ടപ്പോൾ മുത്തുനബി പറഞ്ഞു, സൽമാനെ ആ മരം പിടിച്ചിട്ടൊന്ന് കുലുക്കെന്ന് പറഞ്ഞു. ഒരു മരത്തിൽ നിന്ന് ഒരു മരം കടിച്ച് ഇങ്ങനെ കുലുക്കാൻ പറഞ്ഞു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ആ മരം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുലുക്കി. അങ്ങനെയല്ല കുലുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒന്നൊന്നര കുലുക്കാൻ കണ്ട് കുലുക്കി. ആ കുലുക്കിയപ്പോൾ ഒരുപാട് ഇലകൾ, ഒരുപാട് കായ്കൾ അതിൽ നിന്ന് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൽമാനെ ഈ മരം ഞാൻ എന്തിനാണ് ഇങ്ങനെ കുലുക്കിയതെന്നറിയോ? ഈ മരം ഞാൻ എന്തിനാണ് സൽമാൻ നിങ്ങളെ മുമ്പിൽ എന്നിങ്ങനെ ശക്തമായി കുലുക്കിയത് എന്തിനാണെന്നറിയോ? നിങ്ങളെ കണ്ടില്ല സൽമാനെ, ഈ മരം കുലുക്കിയ സമയത്ത് അതിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീണത്, അതിൽ നിന്ന് കായ്ക്കനികൾ പറഞ്ഞു വീഴുന്നത് കണ്ടില്ലേ? എത്രയോ ഇലകൾ അതിൽ നിന്ന് കൊഴിഞ്ഞു വീണത് കണ്ടില്ലേ? ഇതേ പ്രകാരമാണ് സൽമാൻ ഒരു വിശ്വാസി വുളു എടുത്ത് കഴിഞ്ഞാ ഈ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ അവന്റെ പാപക്കറകൾ കൊഴിഞ്ഞു വീഴുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വുളൂ ദായിമാക്കാൻ നോക്കണം കൂട്ടുകാരാ. നമ്മള് എപ്പോഴും വുളൂകാരായിട്ട് നടക്കണം പ്രിയപ്പെട്ടവരെ. നമ്മള് എപ്പോഴും വുളൂകാരായിട്ട് നടക്കണം പ്രിയപ്പെട്ടവരെ. നമ്മള് ഏത് ജോലി ചെയ്യുകയാണെങ്കിലും വുളൂ ഉള്ളവരായി മാറണേ. വാഹനം ഓടിക്കുമ്പോഴൊക്കെ വുളൂ ഉള്ളവരായി മാറണേ. വാഹനം ഓടിക്കുമ്പോ ചീറിപ്പാടുള്ള വാഹനങ്ങൾക്കിടയിലൂടെയല്ലേ നമ്മൾ വാഹനം കൊണ്ടുപോകുന്നത്. ഡ്രൈവിംഗ് എന്നുള്ളത് അല്ലാഹു തന്ന ഒരു അത്ഭുതമല്ലേ. വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്നൊരു തൗഫീഖല്ലേ. എത്ര ചിന്തകളാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് പ്രവർത്തനം ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണമല്ലോ. അപകടങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണമല്ലോ. പിന്നിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കണമല്ലോ. റോഡ് മുടിച്ചു കിടക്കുന്നത് ശ്രദ്ധിക്കണമല്ലോ. വാഹനം ഓടിക്കുമ്പോ ശ്രദ്ധ മാറാ പാടില്ല, ശ്രദ്ധ മാറാ പാടില്ല, ശ്രദ്ധ മാറാ പാടില്ല. അതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോ മൊബൈൽ വരെ ഉപയോഗിക്കരുതല്ല പറഞ്ഞത്. എന്തിനാ? അപകടങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾ വുളൂവെടുത്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്മയല്ല. തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്ബിഗിൽ വുളൂ അയസിദ് ഫീ ഉംരിക. നീ വുളൂഇനെ പൂർണ്ണമായിട്ട് നീ വുളൂ എടുക്കണേ. പൂർണ്ണമായിട്ട് നീ വുളൂ എടുത്ത് കഴിഞ്ഞാ യസിദ് ഫീ ഉംരിക, നിന്റെ ആരോഗ്യത്തെ അല്ലാഹു നല്ല വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നല്ല ആരോഗ്യം വേണോ? നല്ല ആഫിയത്ത് വേണോ? അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് തരണോ? നിങ്ങൾ വുളൂഇനെ പതിവാക്കണേ. നബി മുഹമ്മദ് മുസ്തഫ വുളൂ എടുക്കുന്നവർക്ക് അല്ലാഹു നല്ല ആരോഗ്യം കൊടുക്കുമെന്ന, വുളൂ എടുക്കുന്നവർക്ക് അല്ലാഹു നല്ല ആരോഗ്യം കൊടുക്കുമെന്ന, അവർക്ക് അല്ലാഹു നല്ല ദീർഘായുസ്സ് കൊടുക്കുമെന്ന, അവർക്ക് അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കുമെന്ന. അതുകൊണ്ട് നമസ്കാരത്തിൽ മാത്രമല്ല വുളൂ എപ്പോഴും നമ്മളെ പതിവാക്കുന്നവരാവുക. വുളൂ എപ്പോഴും നമ്മളെ പതിവാക്കുന്നവരാവുക. ഉറങ്ങുമ്പോ വുളൂ ഇല്ലാതെ ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ. ഉറങ്ങുമ്പോ വുളൂ ഇല്ലാതെ ഉറങ്ങല്ലേ പെങ്ങളെ. വുളൂ ചെയ്യുന്ന വിശ്വാസിയെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, തബ്ലുഗുൽ ഹിയ്യത്ത് മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വളൂ. വുളൂ ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുന്നുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നൽകുന്നുണ്ട്. ഒരു വിശ്വാസി വുളൂകാരനായ അവന് വേണ്ടി അല്ലാഹുവിന്റെ മാലാഖമാരെ എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ടിരിക്കുമല്ല. തോഹ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വുളൂ ഉള്ളവരായി മാറണം നമ്മള്. വുളൂകാരിയായിട്ട് മാറണം നമ്മള്. വുളൂകാരനായിട്ട് മാറണം നമ്മള്. വുളൂ എടുക്കുമ്പോ ഖിബിലക്ക് മുന്നിട്ട് വുളൂ ചെയ്യണേ. പറ്റുമെങ്കിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് വുളൂ ചെയ്യണേ. നമ്മൾ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം വെള്ളം തട്ടുന്നുണ്ടോ, എവിടെയെല്ലാം വെള്ളം തട്ടുന്നുണ്ടോ ആ വെള്ളം തട്ടുന്ന സ്ഥലങ്ങളെല്ലാം സ്വർഗീയ ലോകത്ത് പ്രകാശിക്കുമല്ല. തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങൾക്കതിൽ തൗഫീഖ് തരണമല്ലാ, ഞങ്ങൾക്കതിൽ തൗഫീഖ് തരണമല്ലാ, ഞങ്ങൾക്കതിൽ തൗഫീഖ് തരണമല്ലാ. അത് മുത്തുനബിയുടെ ഒരു സുന്നത്താണ്. എപ്പോഴും വുളൂ ഉണ്ടാവുക എന്നുള്ളത് മുത്തുനബിയുടെ ഒരു സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ സംഘാടകരെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും ഈ ബക്കറ്റിൽ നല്ലൊരു സ്വതക്ക എല്ലാവരും ചെയ്ത് കൊടുക്കും. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് ചൊല്ലുക. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന സദഖനെ കബൂലാക്ക് റബ്ബേ, സ്വീകരിക്ക് റബ്ബേ, സ്വീകരിക്കണേ നാദാ. അല്ലാഹുവിന്റെ പ്രതിഫലം അവർക്ക് രണ്ട് ലോകത്തും നൽകണേ റഹ്മാനേ, ഖൈർ നൽകണേ റഹ്മാനേ, റാഹത്ത് നൽകണേ റഹ്മാനേ, ബറക്കത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണമല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് നല്ലവണ്ണം സഹകരിച്ചു കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് ചെയ്തു കൊടുക്കട്ടോ, നല്ലൊരു സ്വതക്ക. കാരണം ഇത്രയും നല്ല വിശാലമായ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വേറെ പിരിവൊന്നും നമ്മൾ എടുക്കണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക ഇവർക്ക് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന് വേണ്ടി അറിവിന്ദിലാവിൻ്റെ സ്ഥലം വാങ്ങുന്നതിലേക്ക് നേർച്ചയാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെടുക്കൽ അറിവിന്ദിലാവിൻ്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെ ഈ മജ്ലിസിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് കാര്യമായിട്ട് നല്ലൊരു സ്വതക്ക ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് എല്ലാവരെയും ചെയ്തു കൊടുക്കുക. അറിവിന്ദിലാവിൻ്റെ കൗണ്ടർ പരിസരത്തുണ്ട്, അത് അവിടെ ഏൽപ്പിച്ചാൽ മതി. നമ്മുടെ ഈ സദസ്സിലേക്ക് എല്ലാവരും കാര്യമായിട്ടൊരു സ്വതക്ക. കാരണം ഞാൻ ഈ വാഴ തുടരാണ്, വേറെ പിരിവൊന്നും കൊടുക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവർക്ക് നല്ല റാഹത്താവണം. കഴിഞ്ഞ മജ്ലിസുകളിലൊക്കെ കാര്യമായിട്ട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നാട്ടുകാർ, അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ റഹ്മത്ത് നൽകട്ടെ, വലിയ സന്തോഷം നൽകട്ടെ. അള്ളാഹുവേ ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ കൊണ്ട് ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ പുത്തൂര് മൈതാനിയിൽ നമ്മൾ പ്രോഗ്രാം നടത്തി. അൽഹംദുലില്ലാഹ് അവിടെയും നമ്മൾ വേറെ പിരിവൊന്നുമില്ല, ഈ ബക്കറ്റ് പിരിവ് മാത്രം. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 2 മക്കൾക്കുള്ള വീടിനുള്ള സംഭാവന അൽഹംദുലില്ലാഹ് അവിടെ വന്ന മോമിനീങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ബക്കറ്റ് പിരിവിലൂടെ മാത്രം തന്ന് അറിവിന്ദില്ലാവിൻ്റെ കൂട്ടായ്മ കൊണ്ട്, അറിവിന്ദില്ലാവിൻ്റെ മജ്ലിസ് കൊണ്ട് നാടിന് ഉപകാരപ്പെടട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, പാവങ്ങൾക്ക് അത്താണിയാവട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രോഗ്രാം നടത്തുമ്പോൾ ഈ പ്രിയപ്പെട്ട സംഘാടകർക്ക് അതൊന്നും ഒരു ഓർമ്മയാവണം, അതൊന്നൊരു ഓർമ്മയാവണം. അതിനെന്ത് വേണം? നിങ്ങളൊക്കെ കാര്യമായിട്ട് നല്ലവണ്ണം സഹകരിക്കുക, ഉമ്മമാരൊക്കെ നല്ല സ്വതക്ക് കൊടുക്കി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ വുദൂ എടുക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇത് മാത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. വുദൂ എടുക്കുക എന്നുള്ളത് അള്ളാഹു ഒരു വിശ്വാസിക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ ഇന്ന് വുദൂ എടുത്തിട്ട് നമ്മൾ ഉറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ റെഡിയല്ലേ? വുദൂ എടുത്തിട്ട് നമുക്ക് ഉറങ്ങണം. നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് എന്നറിയും. ഇൻഷാ അല്ലാഹ് വുദൂ എടുത്ത് ഉറങ്ങിയാൽ, മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. അവൻ നേരെ സ്വർഗത്തിലേക്കാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച് മഹാന്മാർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വുദൂവോടുകൂടി ഉറങ്ങിയാൽ അവൻ ആ ഉറക്കത്തിൽ മരിക്കുക. എത്ര ഉറക്കങ്ങൾ നമ്മൾ കേട്ട് ഉറക്കത്തിൽ മരണപ്പെട്ടു. അള്ളാഹു മരിച്ചവരൊക്കെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. അപ്പോൾ വുദൂ എടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹ് സ്വർഗം തരും, സ്വർഗം തരും. വുദൂ എടുത്ത് ഉറങ്ങുന്നവർക്ക് വേണ്ടി റൂഹിനെ പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ 3 വിഭാഗങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കലിമ ചൊല്ലി കൊടുക്കുമെന്നാണ്. 3 വിഭാഗങ്ങൾക്ക്. അല്ലാഹുവേ ആ 3-ൽ നിന്നൊരു വിഭാഗത്തെയെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആ 3-ൽ ഒരു വിഭാഗത്തെയെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. 3 വിഭാഗങ്ങൾക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കലിമ ചൊല്ലി കൊടുക്കുമെന്നാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ ഒരു വിഭാഗം ആരെന്നറിയോ? ഒരു വിഭാഗം ആരെന്നറിയോ? വുദൂഓടുകൂടി മരണപ്പെടാൻ ഒരുങ്ങുന്നവനാ.
അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ, അസ്റാഹീൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ, നമ്മൾ വുദൂഅ്കാരാണെങ്കിൽ നമ്മളെ സമീപത്തിൽ നിന്ന് സുഗന്ധക്കാറ്റ് അവർക്ക് ആസ്വദിക്കാമെന്നാണ് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും. വഹ് മാഷാ അല്ലാഹ്, ഇതെന്തൊരു വല്ലാത്ത സൗന്ദര്യമുള്ള കാറ്റാണ്, ഇത് എന്തോ ഒരു വല്ലാത്ത സുഗന്ധമാണ്. ചില ആളുകളെ റൂഹിനെ പിടിക്കുമ്പോ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നല്ല സുഗന്ധക്കാറ്റടിക്കുമെന്നാണ്. ആരുടെ റൂഹിനെ പിടിക്കുമ്പോഴാണ്? അത് നമ്മുടെ റൂഹാവണം ചെറുപ്പക്കാരാ, അത് നമ്മുടെ റൂഹാവണം പെങ്ങളെ, അത് നമ്മുടെ റൂഹാവണം കൂട്ടുകാരാ. അതിനെന്താ വേണ്ടത്? ഒരു മിനിറ്റ്, അതല്ലെങ്കിൽ 2 മിനിറ്റ് ഉറങ്ങുമ്പോ വുദൂഅെടുത്തിട്ട് ഉറങ്ങണേ. എപ്പോഴാണ് ലോകത്തോടെ വിട പറയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ വിട പറയുന്ന സമയത്ത് ഒരു വുദൂഅ്കാരനായിട്ട് നമ്മൾ ലോകത്തോടെ വിട പറയുമ്പോ, ഒരു വുദൂഅ്കാരനായിട്ട് നമ്മളെ മരിച്ചു പോകുമ്പോ, ഒരു വുദൂഅ്കാരനായിട്ട്, ഒരു വുദൂഅ്കാരിയായിട്ട് പെങ്ങളെ നമ്മളെ മരണപ്പെട്ടു പോകുമ്പോ, അല്ലാഹുവേ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ, ചൊല്ലുമോനെ കലിമ, ചൊല്ലുമോളെ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലണേ, എന്ന കലിമ ചൊല്ലണേ. നമുക്ക് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങോട്ട് കലിമ ചൊല്ലി തരുകയാ. ആർക്കാ പ്രിയപ്പെട്ടവരെ ആ ഭാഗ്യമെന്നറിയോ? ആർക്കാ പ്രിയപ്പെട്ടവരെ ആ ഭാഗ്യമെന്നറിയോ? അസ്റാഹീൽ വരുമ്പോ പേടിക്കുള്ള സമയമല്ലേ, അസ്റാഹീൽ വരുമ്പോ ഭയപ്പെടാനുള്ള സമയമല്ലേ. മുത്തുനബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുമ്പോ പറഞ്ഞില്ലേ, വേദനയാണ് ആയിഷ, മരണത്തിന്റെ വേദനയാ, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്തതാണ് ആയിഷ. ഈ മുത്തുനബി എത്രയോ വേദന സഹിച്ചതാ. മക്കാര് കല്ലെറിഞ്ഞപ്പോ വേദനിച്ചിട്ടുണ്ട്, നാട്ടുകാര് കുറ്റപ്പെടുത്തിയപ്പോ വേദനിച്ചിട്ടുണ്ട് ആയിഷ. പക്ഷേ എന്റെ മനസ്സിലുള്ള ഇന്ന് വരെ മായാത്ത മറയാത്ത ഒരേ ഒരു വേദന, അത് മരണത്തിലെ വേദനയാണ് മോളെ, അത് മരണത്തിലെ വേദനയാണ് മോളെ. ആ മരണത്തിന്റെ വേദന ലഘൂകരിച്ച് കിട്ടണോ? ആ മരണത്തിന്റെ വേദന ലഘൂകരിച്ച് കിട്ടണോ? മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, വുദൂഅ്കാരായിട്ട് നമ്മൾ മരിക്കണം പ്രിയപ്പെട്ടവരെ, വുദൂഅ്കാരായിട്ട് നമ്മൾ മരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു സുന്നത്ത് കൂടി എന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. കവിയായ മുഅ്മിനിന്റെ മറ്റൊരു അടയാളം എന്തെന്നറിയോ? കവിയായ ഒരു മുഅ്മിനിന്റെ മറ്റൊരു അടയാളം എന്തെന്നറിയോ? ആ വുദൂഇനെ പരിപൂർണമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വുദൂഇനെ പരിപൂർണമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതേ പ്രകാരം മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ സുന്നത്ത് അതാണ് നമ്മുടെ തലയിൽ കാണുന്ന തൊപ്പി, തലപ്പാവൊക്കെ. അള്ളാഹു മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ഒരൊറ്റ സുന്നത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, വളരെ ലഘുവായൊരു സുന്നത്ത്. അത് ഇൻഷാ അല്ലാഹ് അത് നമ്മളെന്നും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ എന്ത് മതി? ആ നിയ്യത്തൊന്ന് വെച്ചാൽ മതി. എൻ്റെ മുത്തുനബിയുടെ സുന്നത്താണെന്ന് കരുതിയിട്ട് ചെയ്താൽ മതി. എന്നും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ആളുകളും ചെയ്യും. എന്ത്? ബ്രഷ് ചെയ്യുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യണ കാര്യമല്ലേ? അതൊക്കെ മുത്തുനബിയുടെ സുന്നത്ത്. അപ്പോൾ നമ്മൾ മുടി വാരും അല്ലേ? ചീർപ്പ് കൊണ്ട് മുടി വാരും. മുടി വാരൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. മുടി വാരുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ചീർപ്പുണ്ടാവും, കയ്യിൽ ചീർപ്പുണ്ടാവും. ആ ചീർപ്പ് കൊണ്ട് വലതു ഭാഗം കൊണ്ട് വാരാം. മുത്തുനബിയുടെ സുന്നത്താണ്, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചീർപ്പ് കൊണ്ട് വാരുമ്പോൾ എന്ത് ചെയ്യണം? വലത് ഭാഗം കൊണ്ട്. ഇതെൻ്റെ മുത്തുനബീൻ്റെ സുന്നത്താണ് എന്ന് കരുതിയിട്ട് വാർന്നാൽ അതിന് വരെ കൂലിയാണ്. ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ ഇപ്പോൾ നേരം വെളുത്താൽ നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്യുമല്ലോ അല്ലേ? നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്യും. പക്ഷേ ആ ഒരു സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതി. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, ഇത് എൻ്റെ മുത്തുനബിയുടെ സുന്നത്താണ് എന്ന നിയ്യത്ത് വെച്ചിട്ട് അങ്ങ് ബ്രഷ് ചെയ്താൽ അൽഹംദുലില്ലാഹ് ഡബിൾ ഇരട്ടി കൂലിയായി. ബ്രഷ് ചെയ്യുമ്പോൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങാം,
ബിസ്മി ചൊല്ലിയിട്ട് ആ ഒരു നിയത്ത് വെച്ചിട്ട് അതിനെന്ത് വേണം, ബാത്റൂമിൽ ഇരുന്നോട് ഇങ്ങനെ ബ്രഷ് ചെയ്യരുത്. അങ്ങനെയല്ലേ വേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു റാഹത്തിൽ, അതിൻ്റെ സന്തോഷത്തിൽ. ഇത് ബാത്റൂമിൽ പോകും ബ്രഷ് ചെയ്യലും ഒരു വെടിക്ക് 2 പക്ഷിയാണ്, അങ്ങനെ കഴിക്കരുത്. അപ്പോൾ ആ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടും. ബ്രഷ് ചെയ്യൽ പുറത്തുനിന്ന് തന്നെ. ബ്രഷ് ചെയ്ത് ബാത്റൂമിൽ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് ആവരുത്, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യരുത്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു നീയത്ത് വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ചാൽ അത് ഏറ്റവും വലിയ സുന്നത്താണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോഴും നമ്മളൊന്ന് ബ്രഷ് ചെയ്യാം. ഉറങ്ങുമ്പോൾ ബ്രഷ് ചെയ്താൽ നമ്മുടെ പല്ലിന് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. നമ്മുടെ ആരോഗ്യം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തൈവ ഉസ്താദ് പറയാണ്, ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റു വീണ്ടും തേക്ക്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറങ്ങാനൊരുങ്ങുമ്പോൾ നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റു വീണ്ടും തേക്ക്. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷവും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണേ. അങ്ങനെ മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുത്തിട്ടാണ് നിങ്ങൾ ഉറങ്ങിയതെങ്കിൽ മൗത്തിൻ്റെ നേരം, മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ. സമയം ഷഹാദ തോർക്കുവാനുതകുന്നതാ. ആ സമയത്ത് നിങ്ങൾക്ക് മരണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്ന കലിമ ചൊല്ലി തരികയാണ്. മരണത്തിൻ്റെ വേദന അല്ലാഹു ലഘൂകരിക്കുമെന്നാൽ മാത്രമല്ല, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തുമെന്നാ. കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ. അതുപോലെ കണ്ണിന് കാഴ്ചയോ കൂട്ടുന്നതാ. മുത്തുനബിയുടെ സുന്നത്തായ മിസ്വാക്ക് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നവരാരാ? അവർക്ക് കഫക്കെട്ടുണ്ടാകൂല. അവരെ കഫക്കെട്ടെന്ന രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന. മാത്രമല്ല അതുപോലെ കണ്ണിന് കാഴ്ചയോ കൂട്ടുന്നതാ. അവരെ കണ്ണിൽ തിമിരം ബാധിക്കൂല. അവരെ കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ. ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. മക്കളെ നമ്മൾ മിസ്വാക്ക് ചെയ്ത് ശീലിപ്പിക്കണോ? കാരണം എന്താ? മക്കൾക്ക് ബുദ്ധി വർദ്ധിപ്പിക്കുമെന്നാണ്. നമ്മുടെ സന്താനങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കുമെന്നാണ്. മാത്രമല്ല മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം ദഹിക്കുന്നതാണ്. മഹാനായ തൈവ ഉസ്താദ് വീണ്ടും പറയട്ടെ, പല്ലിൻ്റെ വേദന നീങ്ങുവാനുതകുന്നതാ. സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ. അത് മാത്രമല്ലിത് കുഷ്ഠരോഗം കാക്കുമേ. കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. പല്ല് തേക്കുന്നവർക്ക്, മിസ്വാക്ക് ചെയ്യുന്നവർക്ക് പല്ല് വേദന വരൂല. അത് തേക്കും പോലെ തേക്കണം. എങ്ങനെയും തേച്ചാൽ പല്ല് വേദന എല്ലാം അപ്പുറം വരും. തേക്കുന്നത് പോലെ തേച്ച് കഴിഞ്ഞാൽ അവർക്ക് പല്ല് വേദന വരൂല. സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ. അവരെ സംസാരത്തിലെ വിക്കുകൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. മക്കളുടെ സംസാരത്തിലെ വിക്കുകൾ അല്ലാഹു മാറ്റി നൽകുന്നതാണ്. അല്ലാഹുവേ, ഈ ഒരു സുന്നത്ത് വല്ലാത്തൊരു സുന്നത്താണ്. ഈ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുത്ത്
മുഅ്മിനീങ്ങളെ, ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുക. ഒരാളെയും നമ്മളെ ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും നമ്മളെ കുറ്റം പറയാൻ പാടില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണം നമ്മള്. ഒരു യഥാർത്ഥ വിശ്വാസി എല്ലാവർക്കും തണൽ മരമാണ്, എല്ലാവർക്കും തണൽ മരമാണ്. മുഴുവൻ ആളുകൾക്കും തണൽ വിരിക്കുന്നൊരു വൃക്ഷമായി നമ്മൾ മാറട്ടെ. മുഴുവൻ മതക്കാർക്കും തണൽ വിരിക്കുന്നൊരു വൃക്ഷമായി നമ്മൾ മാറണേ. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കോ നമ്മളൊരു തണലാകണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്ക് നമ്മളൊരു തണലായി മാറണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾക്ക് നമ്മളൊരു അത്താണിയായി മാറണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ മഹല്ലിലെ, നമ്മുടെ അയൽപക്കങ്ങളിലെ, നമ്മുടെ പരിസരങ്ങളിൽ വിഷമിക്കുന്നവർ ആരാ, സങ്കടപ്പെടുന്നവരാരാ, കണ്ണീരൊഴുക്കുന്നവൻ ആരാ, അവർക്കൊരു തണലായി മാറുമ്പോഴാണ്, അവർക്കൊരു സമാധാനമായി മാറുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുന്നത്. ആരോടും പിണങ്ങല്ലേ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. റമദാനല്ലേ നമ്മളിലേക്ക് വരുന്നത്, റമദാനല്ലേ നമ്മളിലേക്ക് വരുന്നത്. ഒരു നല്ല മനസ്സോടെ റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. പൊരുത്തം ചോദിക്കാനുള്ളതല്ല, പൊരുത്തം ചോദിക്കുക. ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും കുറ്റം പറയരുത്. രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, സംഘടനയുടെ പേരിലാണെങ്കിലും, മതത്തിന്റെ പേരിലാണെങ്കിലും ഒരാളെയും നമ്മളെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുത്. നമ്മുടെ വാക്ക് കൊണ്ടോ, നമ്മുടെ നോട്ടം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ കമന്റ് കൊണ്ടോ, നമ്മുടെ മൗനാനുവാദം കൊണ്ടോ ഒരു മുസ്ലിമും അമുസ്ലിമും വേദനിക്കാൻ പാടില്ല. വതഅഫൂ അമ്മൻ ളലമക വതഅഫൂ അമ്മൻ ളലമക. ചീത്ത പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കാറുള്ള മനസ്സുള്ളവർ എവിടെ? കുറ്റം പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കാറുള്ള മനസ്സുള്ളവർ എവിടെ? മുഖത്തടിച്ചവർക്ക് മാപ്പ് കൊടുക്കാറുള്ള മനസ്സുള്ളവർ എവിടെ? പാര വച്ചവർക്ക് തിരിച്ച് പാര വെക്കാതെ മാപ്പ് കൊടുക്കാറുള്ള മനസ്സുള്ളവർ എവിടെ? അവിടെയാണ് മോനെ, അവിടെയാണ് മോളെ ഒരു വിശ്വാസിയുടെ ഈമാനിനെ മലക്കൂള് അളക്കുന്നത്. അവിടെയാണ് ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിനെ മലക്കുകൾ അളവ് നടത്തുന്നത്. അങ്ങനെയുള്ള മനസ്സ് വരുമ്പോഴാണ്, അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് വരുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെന്ത് പറയട്ടെ, ആരെന്ത് ചെയ്യട്ടെ, നമ്മളെ ചീത്ത പറഞ്ഞാലും തിരിച്ചൊരു വാക്ക് പോലും നമ്മുടെ നാവ് കൊണ്ട് നമ്മളെ പറയാൻ പാടില്ല. നമുക്കെതിരെ ആരെന്ത് പറഞ്ഞാലും, നമ്മളെ ആര് വേദനിപ്പിച്ചാലും അവരെ നമ്മൾ തിരിച്ച് വേദനിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ? പുഴയോരത്തിലൂടെ, പുഴവക്കിലൂടെ നടന്നു പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെള്ളത്തിൽ വീണ തേളിനെ രക്ഷപ്പെടുത്തുമ്പോ ആ തേള് പ്രവാചകന്റെ കൈ കുത്തി വേദനിപ്പിച്ച സമയത്ത് അല്ലാഹുവേ സ്വഹാബത്ത് വന്ന് ചോദിച്ചില്ലേ, തങ്ങളെ എന്തിനാണ് നബിയെ, എന്തിനാണ് നബിയെ ആ തേളിനെ തങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തുന്നത്? തങ്ങളെ ആ തേളിനെ എന്തിനാണ് തങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? തങ്ങളെ ആ തേള് തങ്ങളെ വേദനിപ്പിക്കുകയല്ലേ? അതുപോലെ ഒരുപാട് തേളുകൾ നമ്മളെ വേദനിപ്പിക്കും ചെറുപ്പക്കാരാ. അവിടെയൊന്നും നമ്മുടെ മുത്തുനബിയുടെ മാതൃക നമ്മളെ കൈവിടാൻ പാടില്ല. അവിടെയൊന്നും പ്രവാചകന്റെ ജീവിതം നമ്മളെ മറന്നു പോവാൻ പാടില്ല. ഈ ചരിത്രങ്ങളെല്ലാം വാള് പറയാൻ മാത്രമുള്ളതല്ല, ചരിത്രങ്ങളെല്ലാം പാട്ട് പാടാൻ മാത്രമുള്ളതല്ല, ചരിത്രങ്ങളെല്ലാം വാള് കേൾക്കാൻ മാത്രമുള്ളതല്ല. അതെല്ലാം കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുമ്പോഴാണ് ജീവിതത്തിലെ മാറ്റത്തിന്റെ പടപ്പാ
റഹ്മത്താട്ട് സൃഷ്ടിക്കുമ്പോഴാണ് അല്ലാഹു നമ്മുടെ ഖൽബിലേക്ക് ഉറച്ച ഈമാൻ നൽകുന്നത്. അങ്ങനെ നല്ല ഈമാനോട് ജീവിച്ച് നല്ല ഈമാനോടെ ലോകത്തിലുള്ള വിട പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാമല്ലോ. അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ജനസാഗരങ്ങളെ ഒരുപാട് സങ്കടങ്ങളുമായിട്ടാ നമ്മൾ വരുന്നേ, ഒരുപാട് വിഷമങ്ങളുമായിട്ടാ നമ്മൾ വരുന്നത്. കടങ്ങളുള്ളവരില്ലേ, വീടില്ലാത്തവരില്ലേ, വീട് പണി പൂർത്തിയാവാത്തവരില്ലേ, ജോലിയില്ലാത്തവരില്ലേ, ശമ്പളം ലഭിക്കാത്തവരില്ലേ, കല്യാണം മുടങ്ങിക്കിടക്കുന്നവരില്ലേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായ മക്കളില്ലാത്തവരില്ലേ, എല്ലാവർക്കും ഞങ്ങളെ മജ്ലിസ് ഒരു തണലാക്കണേ റഹ്മാനെ. എല്ലാവർക്കും ഞങ്ങളെ മജ്ലിസ് ഒരു തണലാക്കണേ റഹ്മാനെ. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും മജ്ലിസിൽ വെള്ളം വച്ച് ഇഖ്ലാസോടെ മജ്ലിസിൽ വച്ച വെള്ളം മന്ത്രിച്ചു കുടിക്കുകയാണ്. അവർക്കെല്ലാം അതിലൊരു ശിഫ നൽകണം നാഥാ. ഒരുപാട് സഹോദരിമാർ അവിടെ സങ്കടം പറയാ, അവരെ കണ്ണീര് പറയാ, അവരെ വിഷമം പറയാ, അവരെ പ്രയാസം പറയാ. അല്ലാഹുവേ, ഈ മനോഹരമായ ചാലിയാറിന്റെ തീരത്ത് തടിച്ചുകൂടിയ ഒരുപാട് സഹോദരിമാർ, അവർക്കൊരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്, അവർക്കൊരുപാട് ദുഃഖങ്ങൾ പറയാനുണ്ട്, അവർക്കൊരുപാട് പ്രയാസങ്ങൾ പറയാനുണ്ട്. അവരുടെ സർവ്വ പ്രയാസങ്ങളും ജനലക്ഷങ്ങൾ ഞങ്ങളും കൂടെ ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാ. ഈ മൈതാനി നിറഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ബാപ്പമാരെ, കുഞ്ഞുമക്കള്, സഹോദര സഹോദരിമാർ എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് എല്ലാ പരാതികളും 33 ഇസ്തിഗ്ഫാറിലൂടെ നിന്നെ ഏൽപ്പിക്കുന്നു നാഥാ. എല്ലാ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് 33 ഇസ്തിഗ്ഫാർ ചെല്ലാൻ പോവുകയാണ്. മനസ്സിലുള്ള നിയ്യത്തുകളെല്ലാം കരുതുക. കുട്ടികൾ ഉണ്ടാവണമെന്ന നിയ്യത്ത് വെക്കുക, ദോഷങ്ങൾ പൊറുക്കണമെന്ന നിയ്യത്ത് വെക്കുക, ആഖിബത്ത് നന്നാവണമെന്ന നിയ്യത്ത് വെക്കുക. അറിവിന്നിലാവിന്റെ മജ്ലിസിൽ വന്നവരെ, നിങ്ങളെ മനസ്സിന്റെ അകത്ത് എന്ത് ആഗ്രഹമാണോ ഉള്ളത്, ആ ആഗ്രഹം നിങ്ങളെ മനസ്സിൽ കരുതിയിട്ട് 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ മനസ്സിൽ ആ ആഗ്രഹം മാത്രം കരുതുക. ഉറച്ച മനസ്സോടെ ചൊല്ലിയാൽ സാധിക്കും ചെറുപ്പക്കാരാ, ഉറച്ച മനസ്സോടെ ചൊല്ലിയാൽ സാധിക്കും പെങ്ങളെ. ഇഖ്ലാസോടെ ചൊല്ലിയാൽ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്, ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ഖുതുബുൽ ആലമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അത് നടത്തി തരുന്നതാണ്, അല്ലാഹു അത് സാധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ.